പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 70 വയസ്സ് കഴിഞ്ഞാലും 40ന്റെ ചെറുപ്പം നമുക്ക് എങ്ങനെ നിലനിർത്താൻ പറ്റും? അതിന് സഹായിക്കുന്ന ഒരു മാജിക് പില്ലുണ്ട്. അത് വ്യായാമമാണ് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത്. ആ വീഡിയോ കണ്ട പലരും ധാരാളം സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതായത് ഈ വ്യായാമം എപ്പോൾ ചെയ്യണം, ഏതുതരം വ്യായാമം ചെയ്യണം, എങ്ങനെ ചെയ്യണം തുടങ്ങിയ പല സംശയങ്ങളും ആൾക്കാർക്കുണ്ട്. അതുകൊണ്ട് ആ വിഷയമാണ് ഇന്ന് നമ്മളിവിടെ ചർച്ചയ്ക്കായിട്ട് എടുക്കുന്നത്. പ്രധാനമായിട്ടും 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ വ്യായാമം തിരഞ്ഞെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 40 വയസ്സ് കഴിയുന്ന പലർക്കും പലവിധ രോഗാവസ്ഥകളും ഇന്നുണ്ട്. കൂടുതൽ ആൾക്കാരും പ്രമേഹമുള്ളവരാണ്, ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുള്ളവരുണ്ട്, സ്ട്രോക്ക് വന്നിട്ടുള്ളവരുണ്ട്, ഫാറ്റി ലിവർ ഉള്ളവരുണ്ട്. അങ്ങനെ പല അസുഖങ്ങളും ഇന്ന് 40 വയസ്സ് പിന്നിടുന്ന ആൾക്കാർക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും രോഗാവസ്ഥകളുള്ളവർ തങ്ങളുടെ ഡോക്ടറെ കണ്ട് അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മൾ വ്യായാമം തിരഞ്ഞെടുക്കുവാൻ. ഉദാഹരണമായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നവർക്ക് അവർക്ക് എല്ലാ വ്യായാമവും ചെയ്യാൻ പറ്റത്തില്ല. ഹാർട്ട് അറ്റാക്ക് വന്ന് ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ചെയ്തവർക്ക് അവർ ഈ വെയിറ്റ് എടുക്കുന്ന വ്യായാമം ചെയ്യുമ്പോൾ അത് ഇച്ചിരി സ്ട്രെനുവസ് എക്സർസൈസ് ആണ്. അപ്പോൾ അത് ചിലപ്പോൾ ഹാർട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയേക്കാം. അപ്പോൾ അത് കാർഡിയോളജിസ്റ്റിന്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അതുപോലെ തന്നെ പ്രമേഹമുള്ള പലർക്കും ഇന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും ഈ ഭാരമെടുക്കുന്ന വ്യായാമം ചെയ്യുമ്പോൾ ചിലപ്പോൾ റിട്ടനയിൽ ബ്ലീഡിങ് ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം മാത്രമേ വ്യായാമം തിരഞ്ഞെടുക്കാവുള്ളൂ. അതുപോലെ തന്നെ 40 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ വ്യായാമം ആരംഭിക്കുന്നതാണ് നല്ലത്. കാരണം അവരുടെ ഹൃദയത്തിൽ ചിലപ്പോൾ ഒക്കൾട്ട് കൊറോണറി ആർട്ടറി ഡിസീസ് കാണും. അതായത് ഒളിഞ്ഞിരിക്കുന്ന കൊറോണറി ധമനി രോഗങ്ങൾ, അതായത് ചെറിയ ബ്ലോക്കുകളോ വലിയ ബ്ലോക്കുകളോ ഒക്കെ അവരുടെ കൊറോണറി ധമനികളിൽ ഉണ്ടായേക്കാം. പക്ഷെ അവരത് അറിയുന്നില്ല. അവർക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നുമില്ല. അവർ ചിലപ്പോൾ ഒരു എക്സർസൈസ് ECG എടുത്തു കഴിയുമ്പോൾ മാത്രമാണ് ചിലപ്പോൾ അത് പ്രോമിനൻ്റ് ആയിട്ട് ഡോക്ടർക്ക് ബോധ്യപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് ECG ചേഞ്ചസ് വരും. അപ്പോൾ ഒരു മെഡിക്കൽ ചെക്കപ്പ് ഒരു ഫിസിഷ്യനെ കൊണ്ടോ അല്ലെങ്കിൽ കാർഡിയോളജിസ്റ്റിനെ കൊണ്ടോ നടത്തിച്ചിട്ട് എക്സർസൈസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മുടെ ഇടയിൽ വ്യായാമം ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട്, 40 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ പോലും. അങ്ങനെ വ്യായാമം ചെയ്യുന്നവർ ചില കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ എക്സർസൈസ് ഷെഡ്യൂൾ എന്ന ഒരു വാക്ക് അറിഞ്ഞിരിക്കണം. അതായത് നമ്മൾ ആഴ്ചയിൽ എത്ര ദിവസം വ്യായാമം ചെയ്യണം, ഒരു ദിവസം തന്നെ ഏതെല്ലാം തരത്തിലുള്ള വ്യായാമം ചെയ്യണം, എത്ര സമയം വ്യായാമം ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി തീരുമാനിക്കുന്നതിനാണ് എക്സർസൈസ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ സാധാരണഗതിയിൽ 3 തരം ആൾക്കാരുണ്ട് വ്യായാമം ചെയ്യുന്നവർ. അതായത് എയറോബിക് എക്സർസൈസ് മാത്രം ചെയ്യുന്നവർ. അതായത് ഒന്നെങ്കിൽ അവർ ബ്രിസ്ക് വാക്കിങ്, അല്ലെ സൈക്ലിങ്, അല്ലെ നമ്മൾ ട്രെഡ്മില്ലിൽ കയറുന്നു, അല്ലെ നീന്തൽ ചെയ്യുന്നു. ഇങ്ങനെ എയറോബിക് വ്യായാമം മാത്രം ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. മറ്റൊരു കൂട്ടരായിട്ട് റെസിസ്റ്റൻസ് എക്സർസൈസ്, അല്ലെ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം, അല്ലെങ്കിൽ നമ്മൾ ഈ ജിമ്മിലൊക്കെ ചെയ്യുന്ന ഡംബൽ ഉപയോഗിച്ചുള്ള വ്യായാമം, അങ്ങനെയുള്ള വ്യായാമം മാത്രം ചെയ്യുന്നവരും നമ്മുടെ ഇടയിലുണ്ട്. മറ്റു ചിലരാകട്ടെ ഈ 2 വ്യായാമവും ദിവസം ചെയ്യുന്നവരുണ്ട്. ഈ 3 കൂട്ടരെ പറ്റി പറയുകയാണെങ്കിൽ ഈ മൂന്നാമത് പറഞ്ഞ ആൾക്കാർ ചെയ്യുന്ന വ്യായാമമാണ് ഇച്ചിലൂടെ സയന്റിഫിക് ആയിട്ടുള്ളത്. 4 തരത്തിലുള്ള വ്യായാമമുണ്ട്. എയറോബിക് എക്സർസൈസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെ കാർഡിയോ എന്ന് പറയുന്നു. കാരണം ആ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനാണ് കൂടുതൽ ആരോഗ്യം കിട്ടുന്നത്. അത് ഹൃദയാഘാതം പോലുള്ള രോഗങ്ങളെ ചെറുത്ത് നിർത്തുവാൻ വളരെയധികം സഹായിക്കുന്നതാണ്. രണ്ടാമതായിട്ട് നമുക്ക് സ്ട്രെച്ചിങ് വ്യായാമമുണ്ട്. അതായത് നമ്മുടെ ശരീരത്തെയും നമ്മുടെ ജോയിന്റിനെയും ഒക്കെ വഴങ്ങി കിട്ടാൻ സഹായിക്കുന്ന വ്യായാമമാണ് സ്ട്രെച്ചിങ് വ്യായാമം. ഇതുകൂടാതെ മസിൽ സ്ട്രെങ്തനിങ് അല്ലെ വെയിറ്റ് ട്രെയിനിങ് വ്യായാമമുണ്ട്. അതായത് നമ്മൾ ജിമ്മിലൊക്കെ ഡംബൽ ഉപയോഗിച്ച് ചെയ്യുന്ന വ്യായാമം. നിങ്ങളിൽ പലരും അത് കണ്ടിട്ടുണ്ട്, പലരും അത് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പുഷപ്പ് പോലെയുള്ള വ്യായാമം ചെയ്യുമ്പോഴും നമുക്ക് അതേ പ്രയോജനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് റെസിസ്റ്റൻസ് എക്സർസൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പേശികൾ ഒരു റെസിസ്റ്റൻസിന് എതിരായിട്ട് ചെയ്യുന്നു.
അത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെനുവസ് എക്സർസൈസ് ആണ്. അപ്പോൾ എയറോബിക് എക്സർസൈസ് ഉണ്ട്, സ്ട്രെച്ചിങ് എക്സർസൈസ് ഉണ്ട്. സ്ട്രെച്ചിങ് എക്സർസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൈകൾ സ്ട്രെച്ച് ചെയ്യുന്നു, കൈകൾ മുകളിലോട്ട് പൊക്കുന്നു, അല്ലെ കൈകൾ ഇങ്ങനെ വെക്കുന്നു, അല്ലെ കാലുകൾ സ്ട്രെച്ച് ചെയ്യുന്നു. ഇങ്ങനെ നമ്മുടെ ശരീരത്തിന് വഴക്കം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന വ്യായാമത്തെയാണ് സ്ട്രെച്ചിങ് വ്യായാമം. നമ്മൾ കാർഡിയോ ഒക്കെ വ്യായാമം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അല്പം വാമപ്പ് ചെയ്യാൻ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഈ വാമപ്പ് സമയത്ത് നമ്മൾ ഈ സ്ട്രെച്ചിങ് വ്യായാമം ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ ഒരു തരത്തിലുള്ള വ്യായാമം കിട്ടും, നമുക്കൊരു വാമപ്പ് ആകുകയും ചെയ്യും. പിന്നെ നാലാമത്തെ വ്യായാമമാണ് ബാലൻസ് എക്സർസൈസ്. അത് ഈ 40 വയസ്സ് കഴിഞ്ഞവരും പ്രായമുള്ളവർക്കും, ഉദാഹരണമായിട്ട് 60 70 ഒക്കെ വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഈ ബാലൻസ് എക്സർസൈസും ആവശ്യമാണ്. കാരണം ആ ബാലൻസ് എക്സർസൈസ് ചെയ്തില്ലെങ്കിൽ അവരുടെ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാനും അവർ പെട്ടെന്ന് വീഴാനും സാധ്യതയുണ്ട്. അപ്പോൾ 40 വയസ്സ് കഴിഞ്ഞവർക്ക് ഈ 4 എക്സർസൈസും, അതായത് എയറോബിക് വേണം, സ്ട്രെച്ചിങ് വ്യായാമം വേണം, റെസിസ്റ്റൻസ് വ്യായാമം വേണം, അതുപോലെ തന്നെ ബാലൻസ് എക്സർസൈസും വേണം. അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ദിവസവും ഈ 4 വ്യായാമവും ചെയ്യണോ, അല്ലെങ്കിൽ അത് എങ്ങനെയാണ്, അതിൻ്റെ സീക്വൻസ് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അല്പം കൂടി അറിഞ്ഞിരിക്കണം. കൂടുതൽ ആൾക്കാരും ആഴ്ചയിൽ 5 ദിവസവും ഈ എയറോബിക് വ്യായാമം ചെയ്യുന്നു, പിന്നെ ബാക്കിയുള്ള 2 ദിവസം അവർ റെസിസ്റ്റൻസ് വ്യായാമം ചെയ്യുന്നു. നമ്മൾ റെസിസ്റ്റൻസ് വ്യായാമം അല്ലെ സ്ട്രെങ്ത് ട്രെയിനിങ് വ്യായാമം ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വെയിറ്റ് എടുത്തുള്ള എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ പേശികളിൽ ചെറിയ പരുക്ക് അല്ലെ ചതവ് അല്ലെങ്കിൽ ടയർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അത് ഹീല് ചെയ്ത് നമ്മുടെ മസിൽസിന്റെ മാസ് വർദ്ധിക്കണമെങ്കിൽ, അല്ലെ അതിന്റെ ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ അതിന് റെസ്റ്റ് കൊടുക്കണം, അല്ലെ വിശ്രമം കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ മസിൽ സ്ട്രെങ്തനിങ് വ്യായാമം ചെയ്താൽ അടുത്ത ദിവസം നമ്മൾ ആ വ്യായാമം ചെയ്യരുത് എന്നാണ് പറയുന്നത്. കാരണം അടുത്ത ദിവസം നമുക്കത് അതിന് റെസ്റ്റ് കൊടുത്താലേ ആ മസിൽസിന്റെ റിപ്പയർ വർക്ക് നടക്കുകയുള്ളൂ. നമ്മൾ ജിമ്മിലൊക്കെ വ്യായാമം ചെയ്യുമ്പോൾ അത് ട്രെയിനിങ് തരുന്ന ആൾക്കാർക്ക് അറിയാം. അവരപ്പോൾ ഒരു ദിവസം നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനാണ് ഈ റെസിസ്റ്റൻസ് വ്യായാമം കൊടുക്കുന്നതെങ്കിൽ അടുത്ത ദിവസം അവർ വേറൊരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജനറൽ പബ്ലിക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ആഴ്ചയിൽ 5 ദിവസം നമുക്ക് കാർഡിയോ വ്യായാമം ചെയ്യാം, അല്ലെ എയറോബിക് വ്യായാമം ചെയ്യാം, ആഴ്ചയിൽ 2 ദിവസം റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യാം. അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് എക്സർസൈസിന് 3-4 ദിവസത്തെ റെസ്റ്റ് കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-3-1 എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതായത് 3 ദിവസം നമ്മൾ കാർഡിയോ ചെയ്യുന്നു, 3 ദിവസം നമ്മൾ റെസിസ്റ്റൻസ് എക്സർസൈസ് ചെയ്യുന്നു, 1 ദിവസം നമ്മൾ റെസ്റ്റ് കൊടുക്കുന്നു. അങ്ങനെ ഒരു പ്ലാനും ആകാം. അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ 4 വ്യായാമങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, പ്രത്യേകിച്ച് 40 വയസ്സ് കഴിഞ്ഞവര്. മറ്റൊരു കാര്യം പ്രധാനമായിട്ടും ഓർക്കേണ്ടത്, നമ്മൾ റെസിസ്റ്റൻസ് വ്യായാമം എല്ലാ ദിവസവും ചെയ്യരുത്. നമ്മൾ ഒരു ദിവസം വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ, അല്ലെ 2 ദിവസം അടുപ്പിച്ച് വ്യായാമം ചെയ്താൽ 3rd ഡേ പേശികൾക്ക് വിശ്രമം കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഏത് വ്യായാമം ചെയ്താലും നമ്മൾ വ്യായാമത്തിന്റെ കൺസിസ്റ്റൻസി കീപ്പപ്പ് ചെയ്യണം. അതായത് നമ്മൾ വ്യായാമം റെഗുലർ ആയിട്ട് തന്നെ ചെയ്യണം. പലരും വലിയ എനർജറ്റിക് ആയിട്ട് വ്യായാമം തുടങ്ങും, കുറച്ച് ദിവസം അവർ വ്യായാമം ചെയ്യും, അത് കഴിയുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി അവർ തൽക്കാലം അത് നിർത്തും. പിന്നെ അവർക്കൊരു സ്റ്റാർട്ടപ്പും ചിലപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വ്യായാമം നമ്മൾ ഒരിക്കലും മുടക്കരുത്, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം. എങ്കിലേ വ്യായാമത്തിന്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.